പ്രതീക്ഷിക്കാതിരിക്കുന്ന പക്ഷം നമുക്ക് സങ്കടം ഉണ്ടാവില്ല. അപ്പോൾ അമിതമായ പ്രതീക്ഷയാണ് നമ്മളെപ്പോഴും സങ്കടപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് കരുതി ഭയങ്കരമായ ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അങ്ങനെയാണോ പൊതുവെ അങ്ങനെയാണോ? കാരണം ഒന്നിനോടും ഒരു ഭയങ്കര എന്താ പറയാ ഒരുപാട് ആഗ്രഹിക്കാൻ മീൻസ് കിട്ടണത് വെച്ചിട്ടുള്ള അങ്ങനെയാണോ? അങ്ങനെയല്ല. അതായത് ഇപ്പം അതിനകത്ത് ഇപ്പം ഈ സരിഗമപയിൽ തന്നെ പല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കയറി പറ്റാൻ സാധിക്കുന്നവരും പ്രതീക്ഷിച്ച എൻട്രി എന്ന് വെച്ചാൽ റിയാലിറ്റി ഷോസ് എല്ലാം ഇങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു ഈ സരിഗമപ വരുന്നത്. പിന്നെ അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ രീതികളെല്ലാം പുതിയൊരു എല്ലാം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു അത്. എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ളൊരു ഷോ. ഇപ്പോൾ നമുക്കറിയാം മുമ്പ് പണ്ട് പല റിയാലിറ്റി ഷോസിലും നമ്മളെപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ ഡയറക്ടേഴ്സ്, അത് ജഡ്ജസ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് സരിഗമപ്പായെന്ന് വെച്ചാൽ എല്ലാത്തിനെയും വളരെ കൂളായിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു രീതിയിലാണ് അവരതിനെ പ്രസൻറ്റ് ചെയ്തത്. എൻ്റെ ഒരു പ്രസൻറ്റേഷൻ നല്ല രസമായിരുന്നു. പിന്നെ വളരെ നല്ല ക്വാളിറ്റിയുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ജഡ്ജസിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവർ 3 പേരും അതിൻ്റെ ഒരു വലിയൊരു നെടുന്തൂണുകളാണ്.